അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം, പിന്നെ ഈ സ്ത്രീകളുടെ ഔറത്തിൻ്റെ കാര്യത്തിൽ 4 മദ്ഹബിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അത് നമ്മൾ സാധാ ഔറത്ത് രണ്ടും ഒരേപോലെയാണ്, നിസ്കരിക്കുമ്പോഴും മറ്റുള്ളത് പുറത്ത് നടക്കുമ്പോഴും രണ്ടും ഒരേപോലെയാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അറബികളാണെങ്കിൽ അതേപോലെ തന്നെ, പിന്നെ ഇവിടുത്തെ ഇപ്പോൾ ഈ പണിക്കാരത്തിൽ എത്യോപ്യ, അതേപോലെ പല ഇന്തോനേഷ്യ, പല രാജ്യങ്ങളിലുള്ള പണിക്കാരത്തിലൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ നിസ്കരിക്കുമ്പോൾ കാണാം അവരിപ്പോൾ എന്താണ് ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, ആ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങ് നിസ്കരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഉംറയ്ക്ക് പോയപ്പോൾ പോലും അവിടെ ഈ തവാഫ് ചെയ്യുമ്പോഴും പിന്നെ ഇത് ഈ ഔറത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ ഉണ്ട്. അവിടെ കാണുമ്പോൾ ചുരിദാർ ഇട്ടിട്ടും പിന്നെ തുറന്നിട്ടിട്ടും, ആ തുറന്നിട്ട് പിന്നെ ഷാളിട്ട് അതുകൊണ്ട് തന്നെ അവർ നിസ്കരിക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ പുറത്ത് അവരങ്ങനെ തന്നെ ആയിരിക്കും, പിന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും അവരങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്, നമ്മൾ പിന്നെ സംശയത്തിൻ്റെ പേരിലാണ് നേരിട്ട് നമ്മളിപ്പോൾ ഇവിടെ പണിക്കാരത്തിലൊക്കെ നിസ്കരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കാണും. അവർ ചിലപ്പോൾ കാണാം ആ കയ്യും പിന്നെ കാൽഭാഗം കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ അവരിട്ടിരിക്കുന്ന ഒരു ഇതുണ്ടാവും, അതിന് മേലെ കൂടെ ഒരു മുണ്ടിട്ട്, ഒരു തലയിൽ കൂടെ ഒരു മുണ്ടിട്ട് അങ്ങ് നിസ്കരിക്കും. അവർ ഔറത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള മതവിലെല്ലാം വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്തിൻ്റെ വിഷയത്തിൽ 4 മദ്ഹബിലും ഇച്ചിരി അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏറെക്കുറെയൊക്കെ റൂട്ട് ഒരു രൂപത്തിലാണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ 4 മദ്ഹബിൻ്റെ ആളുകളും വന്നിറങ്ങുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇപ്പം മക്ക, മദീന പോലത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഓരോ സ്ത്രീകൾ ചെയ്യുമ്പം അടച്ചാക്ഷേപിച്ചുകൂടാ, അതിനെപ്പറ്റി ഏത് മദ്ഹബ് ആരാണ് എന്നൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ശാഫിഈ മദ്ഹബിൽ മുൻകൈയും 2 മുൻകൈയും മുഖവും വഹിച്ച് ബാക്കി മുഴുവനും സ്ത്രീകൾ നിസ്കാരത്തിൽ ഔറത്ത് തന്നെയാണ്. 2 മുൻകൈയും അതുപോലെ തന്നെ മുഖവും വഹിച്ച് ബാക്കി മുഴുവനും നിസ്കാരത്തിൽ ഔറത്താണ്. ഇത് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുന്നൂർ പറയുന്നിടത്തത് പറയുന്നുണ്ട്. ഖുർആനിൽ സൂറത്തുന്നൂറിൽ 31-ാമത്തെ ആയത്ത് വചനം, അത് ദീർഘമായ വലിയൊരു ആയത്താണ്. അതിൽ പറയുന്നുണ്ട് വലാ യുബ്ദീന സീനത്തുഹുന്ന, അല്ലാഹു തആല പറയാ വലാ യുബ്ദീന സീനത്തുഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. അതാണ്. അപ്പോൾ സ്ത്രീകൾ അവരുടെ ഭംഗികൾ പ്രകടമാക്കാതിരിക്കട്ടെ, അത് ആവശ്യത്തിൻ്റെ ഒരു കതിർ ഒഴിച്ച് എന്ന് പറയുമ്പം അതൊന്ന് വിശദീകരിച്ചു എന്താണ് ആ പറഞ്ഞത് എന്നുള്ളത്. മഹാനായ ഖത്തീബ് ഷർബീനി റഹിമഹുല്ല, അവിടുത്തെ സിറാജുൽ മുനീർ എന്ന പേരിൽ അറിയപ്പെടുന്ന തഫ്സീർ ഖത്തീബ് ഷർബീനി, അതിലൊന്ന് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ആ പറഞ്ഞത് എന്നുള്ളത്. ഇതിൻ്റെ 2ാം വാള്യം, ഇതിൻ്റെ 682, 683 പേജുകളിലായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്. വഖ്തലഫ അഹ്ലുൽ ഇൽമി ഫി ഹാദിഹി സീനത്തില്ലത്തി ഇസ്തസ്നാഹ അല്ലാഹു തആല. ഇവിടെ അല്ലാഹു തആല ഭംഗിയെ പറ്റി പറഞ്ഞിട്ട് പ്രകടമാകുന്ന ഭാഗം എന്ന് പറഞ്ഞ് ബാക്കി കുറച്ച് മാറ്റിവെച്ച വിഷയത്തിൽ ഏതൊക്കെയാണ് മാറ്റിവെച്ചത് എന്നുള്ളത് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫഖാല സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ജമാഅത്തുൻ, ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഹിയൽ വജുഹു വൽ കഫാനി, അത് മുഖവും 2 മുൻകൈയുമാണ്. എന്നിട്ട് പറഞ്ഞു ലി അന്നഹു ലൈസ ബി ഔറത്തിൻ ഫി സലാത്തി, അത് സ്ത്രീകൾക്ക് എന്തല്ല നിസ്കാരത്തിൽ ഔറത്ത് അല്ല, അപ്പം അത് മറക്കേണ്ടതില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ആ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും മറക്കണമെന്നാണ് ഖുർആനും പറയുന്നത്. ഇതാണ് ശാഫിഈ മദ്ഹബിലെ വീക്ഷണം. അങ്ങനെ തന്നെയാണ് ഷാഫിഈ മദ്ഹബിലെ പ്രമുഖർ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ തുഹ്ഫത്തുൽ മുഹ്താജിലൊക്കെ പറയുന്നത്, എല്ലായിടത്തും അങ്ങനെ തന്നെ പറയുന്നത്. തുഹ്ഫയുടെ 2ാം വാള്യം ഇതിൻ്റെ 179-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ ഔറത്തുൽ ഹുർറത്തി, സ്വതന്ത്രയായ ഒരു സ്ത്രീയുടെ നിസ്കാരത്തിൽ അവിടെ ഔറത്ത് മാ സിവൽ വജിഹി വൽ കഫൈനി, 2 മുൻകൈയും മുഖവും വഹിച്ച് ബാക്കിയാണ്. മുൻകൈ എന്ന് പറയുമ്പം ലഹരിഹിമ വ ബത്നിഹിമ, അതിൻ്റെ പുറവും അതിൻ്റെ ഇതൊക്കെ മുഴുവനായിട്ടും ഏതുവരെ ഇലൽ കൂഅൈനി, ഈ പറയുന്ന മുൻകൈൻ്റെ ഇതുവരെ ഉണ്ടോ, ഈ കണിപ്പ് ഇതുവരെയാണ്, ഇവിടുന്ന് അങ്ങോട്ടില്ല. അപ്പം ഇതുവരെ ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ ചുരിദാറൊക്കെ ഇടുമ്പം ഇതുവരെയുള്ള ചുരിദാറാണ് കയ്യെങ്കിൽ ഇവിടെ ഇത്രയും സ്പേസ് പിന്നെ വന്നു, അത് പറ്റൂല, അവിടെ നിന്ന് വെളിവാകാൻ പറ്റൂല, ഇത്രേ അത് പറഞ്ഞുള്ളൂ. ഇപ്പം ഈ രൂപത്തിൽ ഉണ്ടോ.
അപ്പൊ ആ രൂപത്തിൽ അത് ഔറത്ത് തന്നെയാണ്, അതൊഴിച്ച് ബാക്കിയൊക്കെ ഔറത്താണ് എന്ന് പറയുമ്പം അവിടെ തെളിവ് കൊണ്ടുവന്നത് നമ്മളിപ്പോൾ വായിച്ച ഹദീത്താണ്. കണ്ടോ, ലി കൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞില്ലേ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. ആ ആയത്ത് സൂറത്ത് നൂറിൽ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം, മനസ്സിലായില്ല. അപ്പൊ ആ അടിസ്ഥാനത്തിൽ രണ്ട് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മുഴുവനും ശാഫഈ മദ്ഹബിൽ വ്യക്തമായിട്ട് സ്ത്രീകളുടെ നിസ്കാരത്തിൽ ഔറത്താണെന്ന് പറയുമ്പം 4 മദ്ഹബിനും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4 മദ്ഹബും ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹുസൈൻ ദിമഷ്കി റളിയല്ലാഹു അൻഹു 7-ാം നൂറ്റാണ്ടിലെ വലിയ മുജദ്ദിദായിരുന്നു. മഹാനവകളുടെ റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ ഇമ്മാ ഉണ്ടോ, മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കതൊരു റഹ്മത്ത് തന്നെയാണ്. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ അത് ആവശ്യം വരുമെന്ന അടിസ്ഥാനത്തിൽ ഇത് 2 വാള്യത്തിലുണ്ട്. ഇതിന്റെ 1-ാം വാള്യത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ 120-ാമത്തെ പേജിൽ 4 മദ്ഹബും പറയാണ്. വഹദ്ദുൽ ഔറത്തി, ഔറത്തിന്റെ പരിധി ഒന്ന് പറയട്ടെ. വ അമ്മ ഔറത്തുൽ മർഅത്തിൽ ഹുറത്തി, സ്വതന്ത്രയായ ഒരു പെണ്ണിന്റെ ഔറത്ത് നിസ്കാരത്തിൽ. ഫഖാല അബു ഹനീഫ, ഇമാം അബു ഹനീഫ തങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞത് ഇല്ലൽ വജ്ഹ വൽ കഫൈനി വൽ ഖദമൈനി. അപ്പൊ ഹനഫി മദ്ഹബിൽ എങ്ങനെയാണ് പോകുന്നത്? മുഖവും 2 മുൻകൈയും 2 കാലും അത് ഒഴിച്ചിട്ട്. അപ്പൊ 2 കാലും ഒഴിച്ച് 2 മുൻകൈയും ഒഴിച്ച് അതുപോലെ തന്നെ മുഖവും ഒഴിച്ച്. നമ്മുടെ മദ്ഹബിൽ എത്രയേ ഉള്ളൂ? 2 മുൻകൈയും അതുപോലെ തന്നെ മുഖവും ഒഴിച്ച്. അപ്പൊ ഹനഫി മദ്ഹബിലുള്ള സ്ത്രീകൾ നിസ്കരിക്കുമ്പം കാല് മറച്ചിട്ടില്ല, കാലിന്റെ അടിഭാഗം ഒന്നും മറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റൂല. കാരണം അവരുടെ മദ്ഹബിൽ അത് മറക്കണമെന്നില്ല. നേരെ മറിച്ച് അവർക്കൊരു അഭിപ്രായം ഉണ്ട്, അന്ന കദമൈഹ ഔറത്തുൻ, ഈ 2 കാലും ഔറത്ത് തന്നെയാണെന്ന് അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പ്രബലമായിട്ട് അവർ അഭിപ്രായം പറയുന്നത് ഇത് 3 ഒഴിവാക്കി ബാക്കി മുഴുവനും മറക്കുക എന്നാണ്. അപ്പൊ 2 കാലും ഒഴിവാക്കും, 2 മുൻകൈ ഒഴിവാക്കും, അതുപോലെ തന്നെ മുഖവും ഒഴിവാക്കും. എന്നാൽ മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബും പറഞ്ഞു, മാലിക്കി മദ്ഹബും അതേ രൂപത്തിൽ തന്നെ മുഖവും 2 മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണമെന്നാണ്. എന്നാൽ ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബിൽ 2 അഭിപ്രായം വന്നിട്ടുണ്ട്. അതിൽ ഒരഭിപ്രായം മുഖവും മുൻകൈയും നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷെങ്കിൽ അവിടുത്തെ വൽ മഷഹൂറായ അവർക്കുള്ള അഭിപ്രായം ഇല്ല വജ്ഹ ഖാസ്സ, മുഖം ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണമെന്നാണ്. ആ മുഖം ഒഴിച്ച് ബാക്കി മുഴുവനിട്ടും കൈയടക്കം അവർക്ക് മറച്ചോളം എന്നാണ് അവരുടെ മഷഹൂറായ അഭിപ്രായം വരുന്നത്. അപ്പൊ 4 മദ്ഹബും ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏറെക്കുറെയൊക്കെ 2 മുൻകൈയും അതുപോലെ തന്നെ മുഖവും തന്നെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിലാണ് 4 മദ്ഹബും പോയിട്ടുള്ളത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കാണുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കയ്യിൻ്റെ എന്നൊക്കെ ഇവിടെ പറഞ്ഞു, ഇതൊന്നും ഒരു മദ്ഹബിലും ഇവിടെ കണ്ടില്ല. കാരണം ഇപ്പോൾ ഹംബലി മദ്ഹബിൽ പറഞ്ഞ ഇതടക്കം മറക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മദ്ഹബിലായാലും ഇവിടെ ഇപ്പം ഇത്രയും കൈ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം ചുരിദാർ ഇടുന്ന ഡ്രസ്സ് ഏത് എന്നല്ല, അതിപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ശുദ്ധിയുണ്ടോ ഒക്കെ നിസ്കരിക്കുക. പർദ്ദ ആണെന്നില്ല, നിസ്കാര ഉപ്പായാണെന്നില്ല. അപ്പോൾ ഇട്ട ചുരിദാർ ഈ പറയുന്ന രൂപത്തിലൊക്കെ മറന്നിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ധൈര്യമായിട്ട് അതൊക്കെ പറ്റും. അതല്ല അവിടുത്തെ വിഷയം. ആ ഇട്ടത് മറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കണം. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ്. അപ്പം പിന്നെ ഓരോരുത്തർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കും. അല്ലാതെ കേവലം ഒരു നിസ്കാരം നടക്കണം, അത് അതിൻ്റെ ഭംഗിയിലാണോ, അതുപോലെ ചേർത്തും ഫർളും ഒക്കെ ഒപ്പിച്ചിട്ടാണോ എന്നൊക്കെ നോക്കുന്നവർക്കല്ലേ ഇതൊക്കെ. അതല്ലാതെ ഒരു കടമ അയക്കൽ എന്നുള്ള അടിസ്ഥാനത്തിലാകുമ്പോൾ അങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും. ഏതായാലും ഇത് 4 മദ്ഹബ് വന്നിറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റയടിക്ക് വിലയിരുത്തിക്കൊണ്ട് പറയരുത്. ഈ ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.